ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ ഇതുപോലുള്ള ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ വൂളൻ ത്രെഡ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. വൂളൻ ത്രെഡും ടിക് ടാക്കിൻ്റെ ക്ലിപ്പും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? ഇതുപോലുള്ള ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. ഇതുപോലെ ഒരു വൂളൻ ത്രെഡ് എടുക്കുക. അതിനെ നമ്മുടെ 2 വിരലിൻ്റെ ഇതായിട്ട് ചുറ്റുക. ഞാനിപ്പോൾ 4 ചുറ്റ് കണക്കാക്കിയിട്ടാണ് ചുറ്റിയേക്കുന്നത്. ചുറ്റിയിട്ട് അതിൻ്റെ ആ വള്ളി കൊണ്ട് തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ആ 2 ഇതിൻ്റെയും കൂടി ഇടയിലൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ആവശ്യം അധികമായിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് അത് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ വിരലിൻ്റെ ഇടയിലൂടെ എടുത്ത് ചേർത്ത് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അത് ഇതുപോലെ പുറത്തേക്ക് എടുത്ത് പിന്നെ ഒന്നും കൂടി മുറുക്കി കെട്ടുക. കെട്ടി 2 സൈഡും കണ്ടോ, ഇതുപോലെ വരും. ഇതിനെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 4 റിങ് പോലെ വരുന്നതിൻ്റെ ഉള്ളിലൂടെ ഒരു ത്രെഡ് കൂടി ഇട്ട് അറ്റം നേരെയാക്കി കെട്ടിക്കൊടുക്കുക. 2 അറ്റവും അതുപോലെ ചെയ്യുക കേട്ടോ. ഈസിയാണ്. 2 അറ്റവും അതുപോലെ ഞാൻ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കെട്ടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫൈനലാകുമ്പോഴത്തേക്ക് അത് വിട്ടു പോരരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ അപ്പുറേ അറ്റവും അതുപോലെ കെട്ടിക്കൊടുക്കുവാണ്. 4 റിങ്ങും ഒരുപോലെ കയറി വരുന്ന പോലെ ആയിരിക്കണം. അല്ലാണ്ട് വിട്ടുപോയാൽ നമ്മൾ ചെയ്യുന്നതിന് പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്ത് പിന്നെ നോക്കിക്കോളൂ, ഈസി ആയിട്ട് 3 കെട്ട് കൊടുത്തു. കെട്ടിയിട്ട് ഇനി അതിലേക്ക് കണ്ടല്ലോ, അതിന് ഇതുപോലെ 2ഉം ഒപ്പത്തിന് പിടിച്ച് പിന്നെ അധികമുള്ളത് അങ്ങ് വെട്ടിക്കളയോ, ഇല്ലേ അതിൻ്റെ കൂടൊപ്പം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല, അതിൻ്റെ കൂടെ ഒപ്പം ചേർത്ത് വെച്ച് എക്സ്ട്രാ വരുന്ന ത്രെഡ് വെച്ച് കണ്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. 2 ഇതും നല്ല ഭംഗിക്ക് ഒരു ലീഫിൻ്റെ പെറ്റൽ പോലെ ആക്കി അതിനെ മിച്ചമുള്ളതും കൂടി അതിലോട്ട് ചേർത്തത് കണ്ടോ. ലീഫിൻ്റെ പെറ്റൽ പോലെ ആക്കിയിട്ട് മുകളിലേക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുവാണ്. അതിൻ്റെ ഈസി ആയിട്ട് കെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കി ഞാൻ 3-4 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ചെയ്തേ പിന്നെ ചേർത്ത് പിടിച്ച് ഒരു കെട്ട്. അധികം നൂല് ഒരെണ്ണത്തിൽ ഇങ്ങനെ അധികം കിടപ്പുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ഇതിൽ നമ്മളധികം ഇച്ചിരി ത്രെഡ് ഇട്ട് കെട്ടുവാണെങ്കിൽ ആ ഒരു ത്രെഡ് തന്നെ മതി. കണ്ടോ, ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിൽ പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ കെട്ടിട്ട് ഒന്നല്ല, ഞാനൊരു 2 കെട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉറപ്പായിട്ടും അതിലിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കെട്ടിയ പിന്നെ വീണ്ടും ഒന്നും കൂടി കെട്ടി ആ താഴോട്ടുള്ള നൂലെല്ലാം ഒരുമിപ്പിച്ചാക്കി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി മനസ്സിലാവാനാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടി കെട്ടിട്ട് കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ള ഈ അധികമായിട്ടുള്ള ത്രെഡിന് കറക്റ്റ് ലെവലിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ് ഞാൻ ചെയ്യുന്നത്. നോക്കിക്കോളൂ,
ദേ തിരിച്ച് ആണ് ഞാൻ പിടിപ്പിക്കുന്നത്. തിരിച്ച് കണ്ടോ, തിരിച്ച് ആ എക്സ്ട്രാ ഉള്ളതും ഇങ്ങനെ തള്ളി നിൽക്കുന്നതും ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് ദേ കണ്ടോ, ലീഫിൻ്റെ സെൻറ്ററുമായി പെറ്റൽസുമായി ഫ്ലവറിൻ്റെ നല്ല ഭംഗിയായിട്ടായിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ടിക് ടാക്കിൽ ഒരു ബേസ് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ദേ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പിന്നെ ആ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചതിൻ്റെ പുറമേ ഞാൻ ഒരു ഷീറ്റ് കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മെറ്റലിൽ ചിലപ്പോൾ ഒട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു ഷീറ്റ് കൂടെ ഒട്ടിച്ച് അതിൻ്റെ പുറത്താണ് ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ദേ കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതേ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ